കാസർഗോഡ് മൊഗ്രാളിൽ നാട്ടുകാരെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ 17-കാരന് കുമ്പള പോലീസിന്റെ ക്രൂരമർദ്ദനം. പരാതിയുമായി കുമ്പള പോലീസ് സ്റ്റേഷനിലെത്തിയ കുട്ടിയെയും രക്ഷിതാക്കളെയും കേസിൽ പ്രതി ചേർക്കാനും ശ്രമിച്ചു. 17-കാരനെയും സുഹൃത്തുക്കളെയും ബന്ധുവിന്റെ കടയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇക്കഴിഞ്ഞ 16-ാം തീയതി മൊഗ്രാൽ GVHSSലെ വിദ്യാർത്ഥികളും നാട്ടുകാരും കലോത്സവത്തിനിടെ വാക്കുതർക്കമുണ്ടായി. പിന്നീട് അത് വലിയ അടിപിടിയിലേക്ക് നീങ്ങി. എന്നാൽ ആ അടി പിന്നീട് റോഡിലേക്ക് എത്തുന്നു. ഒടുവിൽ കുമ്പള പോലീസ് നേരിട്ടെത്തി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ യാതൊന്നും പറയാതെ റോഡരികിൽ നിന്ന നാട്ടുകാർക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിക്രൂരമായ മർദ്ദനമേൽക്കുന്ന ഒരവസ്ഥ വന്നു. ആ ദൃശ്യങ്ങൾ സ്വന്തം സ്ഥാപനത്തിന് മുൻപിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ ഒന്നും അറിയാത്ത 10, 17, 18 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് കൗമാരക്കാർക്കും നേരെയും പോലീസിന്റെ ലാത്തികൾ നീണ്ടു, അല്ലെങ്കിൽ അവരുടെ മർദ്ദനമുറ നീണ്ടു എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസുകാർ നമ്മ 4 പേരുണ്ട്. ഒരു വീഡിയോ എടുത്തോണ്ടേ പോലീസുകാർ നമ്മ പറഞ്ഞ് ഷോപ്പിലുള്ളതെന്ന് അടിച്ച് താഴെ കയറ്റി താഴെന്നടിച്ചു. ക്യാമറ ഇല്ലാത്ത ഭാഗത്തുനിന്ന് നമ്മൾ മേത്തേക്കെല്ലാം അടിച്ച്, ലാത്തിയിലും കയ്യിലൊക്കെ അടിച്ച്. അതോടെ നിൽക്കണ്ട പോയിക്കോന്ന് പറഞ്ഞിട്ട് അടിച്ചു. നിങ്ങൾ എങ്ങനെയാ ദൃശ്യം എങ്ങനെ എടുത്തത്? ഫോണിൽ വണ്ടിയിൽ പോകുന്ന ഒരുത്തനെ അടിച്ചുകൊണ്ടേ പോലീസുകാർ. അതിൻ്റെ അടുത്ത് ശേഷം മീത്തൊക്കെ നമ്മളെ വന്ന് അടിക്കാൻ. വലിയ പരിക്കുണ്ടായിരുന്നു? മുഖത്ത് പുറത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ ഒരു ബന്ധു കൂടി എത്തിയാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതും. എന്നാൽ പിന്നീടും പോലീസിന്റെ ഇടപെടൽ വളരെ മോശമായ രീതിയിൽ, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു ഇടപെടലാണ് പിന്നീട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഞാൻ പെട്ടെന്ന് വന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ അയക്കാണ്ട് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇൻറ്റിമേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച് മൊഴിയെടുക്കാനായിരിക്കും ഇൻറ്റിമേഷൻ അയച്ചതിൻ്റെ ഭാഗമായിരുന്നു പറഞ്ഞു. അങ്ങനെ പോയിട്ട് നമ്മൾ അവിടെ നിന്നാണ് സിൻ്റെ റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോയി. സി പറഞ്ഞ് ഇൻറ്റിമേഷൻ അയച്ച ആളാണ് പ്രതികൾ, ഇവരെ വീട്ടിൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് വേറെ റൂമിലേക്ക് നമ്മൾ അയച്ചു. അവിടുന്ന് റൂമിൽ നിന്ന് ഇവർ പറഞ്ഞ് ഒരു വൈറ്റ് പേപ്പറിൽ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് ഒപ്പിടുന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ രക്ഷിതാവിനെയും ഒന്നിച്ചിട്ടുണ്ടായ വേറൊരുത്തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് ഒപ്പിടിച്ച്. നമ്മൾ ചോദിച്ച് നമ്മളെ അടിച്ചിട്ട് നമ്മളെ പേരിൽ തന്നെ കേസോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കേസൊന്നുമല്ല, ഇത് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് പരവനടക്കത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് വലിയ സംഗതിയാക്കിയിട്ടാണ് പിറ്റേ ദിവസമാണ് അറിയുന്നത് അത് കേസാണെന്ന്. സംഘർഷാവസ്ഥ ഒഴിവാക്കാനുള്ള ഇടപെടൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ചെറുപ്പക്കാരെ പോലീസ് അവരുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും അതോടൊപ്പം തന്നെ ബന്ധുവിൻ്റെ സ്ഥാപനത്തിന് മുൻപിലേക്കൊക്കെ എത്തി മർദ്ദിക്കുന്ന അതിക്രൂരമായ കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.